ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഒരിക്കൽ കൂടെ പീഡനങ്ങളുടെ ലോകത്ത് സന്തോഷത്തോടെ പിടിച്ചു നിൽക്കാൻ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗം തന്നെയാണ് നമ്മൾ ശ്രവിക്കുക. പീഡനങ്ങളിലും പിടിച്ചു നിൽക്കുന്നതിലൂടെ അവിടുന്ന് നിന്നെ എന്നേക്കുമായിട്ട് ഉയർത്തും. നിന്റെ തലയിലെ മുടിയിഴ പോലും നിനക്ക് നഷ്ടപ്പെടില്ല. ആകെ ചെയ്യേണ്ടത് അവനോട് വിശ്വസ്തത പുലർത്തി അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവന് വിധേയപ്പെട്ട് ദൈവ തീരുമാനത്തിന് നമ്മളെ സമർപ്പിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും നമ്മളെ തള്ളിപ്പറയുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. സ്വന്തം ജീവിതത്തിൽ ജീവിത പങ്കാളിയിൽ നിന്നും, മക്കളിൽ നിന്നും, മരുമക്കളിൽ നിന്നുമൊക്കെ തിക്താനുഭവങ്ങൾ, നൊമ്പരങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ. പലപ്പോഴും നമ്മളുടെ കുറ്റം കൊണ്ടോ കുറവ് കൊണ്ടോ ഒന്നുമല്ല, മറ്റുള്ളവർ നമ്മളെ അന്യായമായി വിമർശിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച നൊമ്പരങ്ങളും ക്ലേശങ്ങളുമൊക്കെ അവർ നമ്മുടെ മുമ്പിൽ പരാതിയായിട്ട് അവതരിപ്പിക്കുന്നു. അവർ അസ്വസ്ഥരാകുന്നു, അവർ ആകുലചിത്തരാകുന്നു, നമ്മളെ കുറ്റപ്പെടുത്തുന്നു. ഇവിടെയൊക്കെ തമ്പുരാൻ പറയുന്നത് നമ്മൾ സ്വയം ന്യായീകരിക്കാനോ അവരോട് എതിരിടാനോ അവരുടെ മുമ്പിൽ നമ്മുടെ വാദഗതികൾ നിരത്തി ഞാനാണ് ശരിയെന്ന് പറഞ്ഞ് വിജയിക്കാനോ ഒന്നുമുള്ള ശ്രമം നടത്തേണ്ടതില്ലെന്നാണ്. കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. യെശയ്യാ പറയുന്നത് പോലെ അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനായുള്ള പദ്ധതി. ജെറമ്യാ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വ്യത്യസ്തമായ ഈ ചിന്ത ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ധന്യമായ ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് കരുതലുള്ളവനാണ്. എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഇടപെടുന്നവനാണ്. പ്രവാചക വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അവൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ അനുഗ്രഹമാകട്ടെ. എൻ്റെ ജീവിതത്തിൽ നിരന്തരം എന്നെ നയിക്കുന്ന, പരിപാലിക്കുന്ന ദൈവം എന്നെക്കുറിച്ച് കരുതലുള്ളവനാണ് എന്ന തിരിച്ചറിവ് ഈ ലോക ജീവിതത്തിൽ അപമാനങ്ങളും നിന്ദനങ്ങളും പീഡനങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും കടബാധ്യതകളും ഒക്കെ വരുമ്പോഴും ഉറക്കെ ബോധ്യത്തോടെ അവനെ മുറുകെ വിളിക്കുവാനും അവനെ ചേർത്ത് പിടിക്കുവാനുമുള്ള കരുത്തിനും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നാളും കൈവിടില്ലാതെ, ഒരു നാളും മാറാത്ത സ്നേഹവുമായിട്ട് അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ടാകും. വചനം പറഞ്ഞല്ലോ, നിന്റെ മുടിയിഴകൾ പോലും നിനക്ക് നഷ്ടപ്പെടില്ല. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ വഴി നടത്തട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.